എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് വലിയ കുഴപ്പമില്ല, പക്ഷെ കാര്യമൊന്നും കിട്ടിയിട്ടില്ല. നീ ആ തമ്പ്രാങ്കുണ്ടിലെങ്കിലും കയറിയായിരുന്നോ? തമ്പ്രാങ്കുണ്ടില് അവിടെ നിന്ന് പോയാലും ഞായറാഴ്ച വരാനല്ലേ പറയാ. ഞായറാഴ്ച പോയി പോരെ? മതി, ഞായറാഴ്ച പോയാലും മതി. പിന്നെ ഞാൻ ഞായറാഴ്ച ലീവായിരിക്കട്ടാ. അല്ല ജോസേട്ടാ, ഒന്നും നല്ല കരിയണം വേണമല്ലോ അടുക്കളയിൽ വല്ലതും കാര്യമായിട്ട്. എന്നാ നീ വിട്ടോ. വിടാല്ലേ? തിരുമേനിയാ? എന്താ തിരുമേനി? ഉള്ളില് ചുട്ട വേണ്ട പറപ്പിക്കായിരുന്നോ? എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഒരു തടസ്സം ഉണ്ടാവില്ല. എന്താ പൂജ്യം മഴ വീട്ടില്? ഓ എന്നാ പറയാനാടാ, മഴ പെയ്തിരിക്കാനേ ഒരു ഹോമം നടത്തിയതാ. മഴയാ? ഞാൻ ഉണ്ടല്ല ജോസേട്ടന് പ്രാന്തായ. ആ നിനക്ക് അങ്ങനെയൊക്കെ പറയാം. എടാ, ഈ മഴയെങ്ങാനും പെയ്ത് ചാനൽ കട്ടായി പന്തുകളെങ്ങാനും കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഈ പന്തുകളി പ്രാന്തന്മാർ എന്തെങ്കിലും നിന്നെയൊന്നും വിളിക്കത്തില്ലല്ലോ. ഏത് നാറികളാണോ ഈ ഫുട്ബോൾ കണ്ടുപിടിച്ചത്? ഫിഫ ജൂലിയസ് റിമറ്റായിരുന്നു വിളിച്ചിട്ടുണ്ട്. 1936 തോന്നുന്നു. നിന്റെ PSC പറഞ്ഞൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ലെന്നുണ്ട്. അല്ല ജോസേട്ടാ, നമ്മുടെ നമ്പൂരിനെ വിളിക്കണേക്കാളും ഭേദം ആ റാഹലച്ചനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചാ പോരായിരുന്നോ? എന്ത് ആകാശം? എന്നാ പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ടൊന്ന്. ആരേലുണ്ട്? ആണോ? ഇതൊക്കെ എപ്പോ? നീ ചെല്ലാൻ നോക്ക്. പിന്നെ ജോസേട്ടാ, സുരേഷേട്ടന്റെ കടയിൽ 190 രൂപ കൊടുക്കുന്നുണ്ട്. അതെന്നാത്തിനാടാ? ഞാൻ അവിടെ നിന്ന് ചായ വിളിക്കുന്നു. ഫോൺ അങ്ങനെ കണ്ടോ? ചാർജ് കുറവൊന്നും പിന്നെ അതെങ്ങനെ ഓഫായി പോയി കഴിഞ്ഞാല് ഇവിടെ മുറ്റത്ത് വന്നിട്ടാണ് അവന്മാര് കയറി വിളിക്കുക. എനിക്ക് എന്റെ മക്കൾക്കൊന്ന് ഉറങ്ങണം. അയ്യോ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടാ. നിങ്ങളുടെ ഒരു രാശി അങ്ങനെ. ജോസേ, എന്താ നിന്റെ പ്രശ്നം? മഴ പെയ്യണതോ? മഴയൊന്നും പെയ്യില്ലടാ. അതെന്നാ? പടിഞ്ഞാറ് കർത്താലേ മഴ പെയ്യൂ. ഇപ്പൊ പടിഞ്ഞാറിന്റെ അവസ്ഥ എന്നാ? വെളിവിള വെളുത്തിരിക്കണ കണ്ടില്ലേ? നീ ധൈര്യമായിരിക്കേ. മഴയും പെയ്യില്ല, ഒരു ചുക്കും പെയ്യില്ല. അല്ലെങ്കിൽ ഈ പഴമക്കാരൊക്കെ സമ്മതിക്കണം.
എല്ലാ കാര്യമൊന്നും അറിയാന്നേ. അമ്മച്ചിയുടെ കുഴമ്പൊക്കെ തീർന്നിരിക്കില്ലായിരുന്നു. ഇല്ലടാ. ഇന്ന് പറഞ്ഞാ മതി, ഞാനങ്ങ് എത്തിച്ചേക്കാം. ഓക്കേ? സമാധാനിപ്പിക്കാനാണ്. കരയണ കണ്ടാ സമാധാനിപ്പിക്കും. ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും. ആ ഈശോയെ, അവിടെ കാറുണ്ടോ? കാറ് വേണേ ഒരു ബോട്ട് ഒപ്പിക്കാം. മഴക്കാറ്. മഴയാ? നീ ആ പടിഞ്ഞാട്ടൊന്ന് നോക്കിയോ. താണെന്ന് വെച്ചിട്ട് പോയേ, മഴയൊന്നും പെയ്യുന്നില്ല. അമ്മച്ചി, പടിഞ്ഞാറ് മൊത്തം വെളുത്തിരിക്കാന്ന് കടപ്പുറത്ത്. മഴ പെയ്യത്തില്ലെന്ന്. ഇപ്പോൾ കിട്ടിയ വാർത്ത. അടുത്ത 3 മണിക്കൂറിനകം കേരളത്തിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണിതിന് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. യുക്രൈനിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് റഷ്യൻ വിദേശ വക്താക്കൾ അറിയിച്ചു. എടാ ജോസേ, ഈ തുമ്പികൾ താന്ന് പറക്കണത് എന്തിനാണെന്നറിയോ? അത് മഴയുടെ വരവാ. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവർക്ക് കത്തെഴുതുമ്പോൾ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. ക്ലാര, ആ ജോസേ, ഇടി കൊടുക്കണം. ഇടി കൊടുക്കണം തന്നെ. അല്ല ഇപ്പൊ മഴ പെയ്താലും നിന്റെ കേബിള് കട്ടാവാതിരുന്ന വരെ. ഓ അത് മതി. നല്ല പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട കേട്ടാ, കിടന്നുറങ്ങിക്കോ. ആ ആ അല്ലടാ ഒരു മിനിറ്റ്. അതെ, നീ ഈ തേവാരെ കൊണ്ട് ഭാഗത്തുള്ള കേബിളൊക്കെ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടില്ലേ? അതിന് അങ്ങനെ ഒരു വർത്തനം. അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ശരി എന്നാ വെച്ചോ. പിന്നെ മഴ പെയ്ക്കലും പെയ്ക്കാതിരിക്കില്ല എൻ്റെ പണി. എടാ നോക്കിയേ, നല്ല മഴ. പുതുമണ്ണിന്റെ മണം. ഇതെന്റെ ഭാഗം. ഞാനല്ല. ചേട്ടാ ഈ ഹലോ,
കറണ്ട് പോയെന്നും പറഞ്ഞു. നീയൊക്കെ എന്നാ തന്നെയാടാ നാറികളെ എന്നെ വിളിക്കുന്നേ? പോയി KCB-യിലേക്ക് വിളിക്കടാ. ആലീസേ, കുറച്ച് വെള്ളം അങ്ങോട്ട് കൂടി.